നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് വചനം നിൻ വചനം എന്ന ഈ എളിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആഗോള കത്തോലിക്കാ സഭ ഇപ്പോൾ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന അവസരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അവസരത്തിൽ അനേകം നോമ്പുകാല സന്ദേശങ്ങൾ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, പല മനുഷ്യരും ഇന്ന് വിളക്കിലെ എണ്ണ തീർന്ന് കരിന്തിരി കത്തുന്ന വിളക്കിന് സമാനമായി ജീവിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ ഏതാനും ചില വ്യത്യസ്തമായ ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പുകാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ കാലമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഏതാനും നല്ല ദിവസങ്ങൾ. ആദ്യമായി പ്രത്യാശ നഷ്ടപ്പെട്ട് വിളക്കിലെ എണ്ണ തീർന്ന് കരിന്തിരി കത്തേണ്ട ഒരു മനുഷ്യ ജന്മം അല്ല നമ്മുടേത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നാം ഒരു കരിന്തിരി കത്തി ജീവിക്കേണ്ട അവസ്ഥ ഉള്ള മനുഷ്യരല്ല. അതല്ലെങ്കിൽ കരിന്തിരി കത്തി ജീവിക്കുന്ന മനുഷ്യ ജന്മങ്ങളാകാനായിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ച് മടുത്ത് നിരാശരായി കഴിയുന്നവരായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു ദുഃഖം തീരുന്നതിന് മുമ്പാടായി മറ്റൊരു ദുഃഖം വന്നു കഴിഞ്ഞവരായിരിക്കാം. മക്കളെ ഓർത്ത് കരയുന്നവരായിരിക്കാം. രോഗ പീഡകളെ ഓർത്ത് വ്യസനിക്കുന്നവരായിരിക്കാം, കരയുന്നവരായിരിക്കാം. സാമ്പത്തിക തകർച്ചയോ മനം നൊന്ത് വിഷമിക്കുന്നവരായിരിക്കാം. കാരണം എന്തുമാകട്ടെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നോമ്പുകാലം എന്ന് പറയുന്നത് കരഞ്ഞ് കരിന്തിരി കത്തി ജീവിക്കുവാനുള്ള ഒരു അവസരമല്ല. മറിച്ച് പ്രത്യാശയിൽ ജീവിക്കാൻ യേശു നമ്മളെ വിളിക്കുന്ന, നമ്മുടെ ജീവിതമാകുന്ന വിളക്കിലെ എണ്ണ തീരുന്ന അവസരത്തിൽ കൂടുതൽ എണ്ണ പകരാനുള്ള അവസരമാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതൽ എണ്ണ പകരുന്നത് വഴി കൂടുതൽ പ്രകാശപൂർണമായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. പ്രിയ സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം, ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രകാശപൂർണമായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഈ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ ഓടി ഞാൻ തളർന്നവരായിരിക്കാം, വലിയ കൊടുങ്കാറ്റടിച്ച് തകർന്നവരായിരിക്കാം, നാം മുറിവേറ്റപ്പെട്ടിട്ടുണ്ടാകാം, ക്ഷീണിച്ചിട്ടുണ്ടാകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യേശു പ്രകാശമാണെങ്കിൽ നാമും പ്രകാശത്തിൽ ജീവിക്കേണ്ടവരാണ്. അതല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ നാം അർഹരല്ല. ഏത് കൂരിരുട്ടിലും ഒരു ചെറിയ പ്രകാശത്തിന് ആ ഇരുളിനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇരുളിന് ഒരിക്കലും പ്രകാശത്തെ കീഴടക്കാൻ സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ ജീവനിലേക്ക് വിളിക്കപ്പെട്ട നാം, പ്രകാശമായി ജീവിക്കേണ്ട നാം പ്രകാശമായി തന്നെ തെളിയണം. അതിനുള്ള ഒരു ഒരുക്കമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. കർത്താവായ ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമാകുന്ന ചുമടുകൾ നാം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ, നിത്യപ്രകാശമാകുന്ന ദൈവം നമ്മളുടെ ഉള്ളിലേക്ക് പ്രകാശം ചൊരിയാതിരിക്കുവാൻ നിർവാഹമില്ല. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ കരഞ്ഞു തളർന്ന് കരിന്തിരി കത്തുന്ന ഒരു ജീവിതമായി മുമ്പോട്ട് പോകേണ്ടവരല്ല നാം. പ്രയാസങ്ങളില്ലാത്തവർ, കഷ്ടപ്പാടില്ലാത്തവർ ആരാണ് ഈ ലോകത്തിലുള്ളത്? എല്ലാ മനുഷ്യർക്കും അവരുടേതായ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടായേ പറ്റൂ. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേ പറ്റൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപമ നാം അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും പലപ്പോഴും കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിട്ടാണ് നാം ഈ വചനങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളത്. അതല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് നാം പലപ്പോഴും ഈ വചനങ്ങളെ കേൾക്കുന്നത്. എന്താണ് ഈ 10 കന്യകമാരുടെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്?
10 കന്യകമാരിൽ 5 പേർ വിവേകമുള്ളവരും 5 പേർ വിവേകമില്ലാത്തവരുമായിരുന്നു. 5 പേർ വിളക്കിനോട് ഒപ്പം എണ്ണയും കരുതിയിരുന്നു. ഈ വിളക്കിലെ എണ്ണ എന്ന് പറയുന്നത് എന്താണ്? അത് ലിറ്ററലി നാം ഒഴിക്കുന്ന എണ്ണയെ അല്ല അവിടെ സൂചിപ്പിക്കുന്നത്. ഈ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്നത് എണ്ണയാണെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കേണ്ട കാര്യമില്ല. വിവേകമതികളായ ഈ കന്യകമാർ വിളക്കിനോടൊപ്പം അവരുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും കൂടെ കരുതിയിരുന്നു. എന്നാൽ വിവേകമില്ലാത്തവർ ഉറങ്ങുകയും മണവാളൻ വന്നപ്പോൾ പ്രകാശമുള്ള ഒരു വിളക്കുമായി മണവറയിൽ കടക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ ലോകമോഹങ്ങളുടെ പിന്നാലെ പോകുകയും പരിശുദ്ധാത്മാവാവുന്ന എണ്ണ അവരിൽ ഇല്ലാതെ പോവുകയും തീർന്നു പോവുകയും ചെയ്തതുകൊണ്ട് മണവാളൻ വന്നപ്പോൾ അവർക്ക് മണവാളനെ എതിരേൽക്കുവാൻ സാധിച്ചില്ല. എന്നാൽ വിവേകമതികൾ ആവുന്നതിലധികം, അവർക്ക് വേണ്ടതിലധികം എണ്ണ അവർ കരുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ അവരുടെ വിളക്കിനെ പ്രകാശപൂരിതമാക്കി എന്നും കരുതിയിരുന്നു. വിവേകമില്ലാത്ത വിവേകശൂന്യയായ കന്യകമാർ അപ്പോൾ മണവാളൻ വരികയും പ്രകാശമില്ലാത്ത ഒരു വിളക്കുമായി അവർ നിന്നതുകൊണ്ട് അവർക്ക് മണവാളനോടൊപ്പം മണവറയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം മണവാളൻ വരും എന്നുള്ളത് സത്യമായ കാര്യമാണ്. കർത്താവിന്റെ വരവിൽ, കർത്താവിന്റെ വീണ്ടും വരവിൽ നാം ലോകമോഹങ്ങളുടെ പുറകെ പോയവരാണെങ്കിൽ നമ്മുടെ വിളക്ക് കരിന്തിരി കത്തി പ്രകാശമില്ലാത്ത വിളക്കുകളായി മാറുകയും മണവാളനോടൊപ്പം നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കാതെയും വരും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി, അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളായി ഈ 50 ദിവസങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനെ എത്രയും പ്രകാശപൂർണമാക്കി മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം. രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നാം പ്രകാശിക്കുന്ന വിളക്ക് ആണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജീവിതമാകുന്ന വിളക്കിലെ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് നമ്മുടെ വിളക്ക് പ്രകാശപൂർണമാകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നാം ഓരോരുത്തരും ലോകത്തിന്റെ പ്രകാശമാണെന്ന് വചനം നമ്മളോട് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കരിന്തിരി കത്തുന്ന മനുഷ്യ ജീവിതമായി മാറുവാൻ കഴിയുന്നത്? ഇവിടെയാണ് പ്രിയ സഹോദരങ്ങളെ മദർ തെരേസ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, ഇഫ് യു കനോട്ട് ഫീഡ് 500, ഫീഡ് 1 person. എന്താണ് മദർ തെരേസ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യരായ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല, എന്നെ കൊണ്ടൊന്നും ആകത്തില്ല, എന്നേക്കാൾ പ്രഗത്ഭരായ ധാരാളം പേർ ഈ ലോകത്തിലുണ്ട്, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി ഒന്നും ചെയ്യാത്തവരായി കഴിയുന്ന മനുഷ്യർ. അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന വിളക്കിന്റെ പ്രകാശം കെടുത്തിക്കളയുന്നവർ. പ്രിയ സഹോദരങ്ങളെ, മദർ തെരേസ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമുക്ക് 1000 പേരെ അല്ലെങ്കിൽ 500 പേരെ ഫീഡ് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നവരില്ല. പക്ഷെ നമുക്ക് ഒരാളെ ഫീഡ് ചെയ്യുവാൻ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് മദർ തെരേസ നമ്മളോട് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ നമ്മുടെ മങ്ങി തുടങ്ങുന്ന വിളക്കിനെ പ്രകാശപൂർണമാക്കുവാനുള്ള ദിവസങ്ങളാണ് ഈ നോമ്പുകാലങ്ങൾ. ഈ അവസരം നാം വേണ്ട വിധം വിനിയോഗിക്കുകയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളായി മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളുമാകുന്ന വിളക്കുകൾ നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിളക്കായി മാറരുത്. അങ്ങനെയല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പനാകുന്ന അമ്മയാകുന്ന വിളക്കിൽ നിന്ന് ഒരു കുടുംബത്തിലെ മക്കൾ പ്രകാശം സ്വീകരിക്കുന്നു.
ഒരു കുടുംബത്തിലെ കുടുംബനാഥയിൽ നിന്ന് ആ കുടുംബം മുഴുവൻ പ്രകാശം സ്വീകരിക്കുന്നു. കുടുംബനാഥനും കുടുംബനാഥയും പ്രകാശമില്ലാത്ത എണ്ണ തീർന്ന് കരിന്തിരി കത്തുന്ന വിളക്കാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രകാശം സ്വീകരിക്കുവാൻ സാധിക്കുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക. ഞാൻ അതിശയോക്തി പറയുന്നതല്ല. ധാരാളം മനുഷ്യർ പ്രകാശമില്ലാതെ മങ്ങി കരിന്തിരി കത്തുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ഉണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ കരിന്തിരി കത്തുന്ന എണ്ണയില്ലാത്ത അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. കരിന്തിരി കത്തുന്ന ഒരു വിളക്കുമായി എങ്ങനെയാണ് സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയുക? കരിന്തിരി കത്തുവാൻ വിളിക്കപ്പെട്ടവരല്ല നാം എന്ന് ഈ നോമ്പുകാലത്ത് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പുകാലം എന്ന് പറയുന്നത് ഈ കരിന്തിരി കത്തുന്ന വിളക്കിലേക്ക് കൂടുതൽ എണ്ണ ഒഴിക്കുന്ന ഒരു ദിവസങ്ങളാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ ഒരു വാക്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. All the darkness of the world cannot be extinguished by a single candle. ലോകത്തിൽ ഒരുപാട് അന്ധകാരമുണ്ട്. ഈ അന്ധകാരങ്ങളെ എല്ലാം അകറ്റുവാൻ ഒരു ചെറിയ ക്യാൻഡിലിന് സാധിക്കുകയില്ല. എന്നാൽ എത്ര ചെറുതായാലും ഒരു ചെറിയ മെഴുകുതിരിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ വിളക്കിന് അതായിരിക്കുന്ന സ്ഥലത്ത് പ്രകാശം കൊടുക്കുവാൻ സാധിക്കും. ഞാനും നിങ്ങളുമാകുന്ന വിളക്കിന് ഈ ലോകത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഈ ലോകത്തിലെ എല്ലാ അന്ധകാരങ്ങളെയും മാറ്റുക സാധ്യമല്ല. എന്നാൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ചെറിയ സമൂഹത്തിൽ, കുടുംബത്തിൽ, ആ കുടുംബത്തിലെ അന്ധകാരം മാറ്റുവാനായി എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. എനിക്കും നിങ്ങൾക്കും കഴിയുകയും ചെയ്യും. ഞാനിത് പറയുവാൻ കാരണം, ഞാനും നിങ്ങളും നമുക്ക് മാത്രം പ്രകാശം കാണുവാനുള്ള ഒരു വിളക്ക് ആയിരിക്കരുത്. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിൽ. കഴിഞ്ഞ ദിവസം എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിക്കറ്റ് കളി നടക്കുന്ന ഒരു ദിവസം, ഒരു ഞായറാഴ്ച, കുർബാന മധ്യേ നിന്ന് കുർബാന കണ്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ 6-7 വയസ്സ് പ്രായമുള്ള മകനെ കുർബാന മധ്യേ വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്ന ഒരപ്പനെ ഞാൻ കാണുവാനിടയായി. അതുപോലെ തന്നെ മറ്റൊരു ദിവസം സ്വന്തം മകൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന മധ്യേ വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്ന അമ്മയെ കാണുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, എന്ത് പ്രകാശമാണ് നാം ഈ മക്കൾക്ക് നൽകുന്നത്? വളർന്നു വരുന്ന ഈ തലമുറ ഏത് പ്രകാശത്തിലേക്കാണ് നോക്കേണ്ടത്? അപ്പനാകുന്ന വിളക്കിലേക്കോ അമ്മയാകുന്ന വിളക്കിലേക്കോ? കരിന്തിരി കത്തുന്ന അമ്മയും കരിന്തിരി കത്തുന്ന അപ്പനുമാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളർന്നു വരുന്ന ഈ മക്കൾക്ക് അവരിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുവാൻ സാധിക്കുന്നത്? നിങ്ങൾ സ്വയം കത്തുന്ന പ്രകാശിക്കുന്ന വിളക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മക്കളെ വെളിച്ചത്തിലൂടെ കൊണ്ടുപോകാനോ നേർവഴിക്ക് കൊണ്ടുപോകാനോ സാധിക്കുകയില്ല. പുകവലിക്കുന്ന ഒരപ്പൻ, കള്ളു കുടിക്കുന്ന ഒരപ്പൻ എങ്ങനെയാണ് സ്വന്തം മക്കളോട് കള്ളു കുടിക്കരുത് എന്ന് പറയുന്നത്, പുകവലിക്കരുത് എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് പ്രകാശമില്ലാത്ത ഒരപ്പനും അമ്മയും എങ്ങനെയാണ് മക്കളോട് പ്രകാശത്തിലൂടെ നടക്കണം, നേർവഴിയിലൂടെ നടക്കണം എന്ന് പറയുന്നത്? പ്രകാശമില്ലെങ്കിൽ ഇരുളിൽ നിങ്ങളുടെ മക്കൾ കാല് തട്ടി വീഴും. അത് സ്വാഭാവികം മാത്രമാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമല്ല ഇതിനൊന്നും കാരണക്കാരൻ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നാം ആകുന്ന വിളക്ക് നമുക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. നാം ആകുന്ന വിളക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നാം ആയിരിക്കുന്ന അവസ്ഥയിലും പ്രകാശം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു പ്രകാശമാകുന്നെങ്കിൽ നാമും പ്രകാശിതരാകേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ നമുക്ക് യോഗ്യതയില്ല. ഇനി നാലാമതായി മറ്റൊരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ് തളർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ്. ചിലർ പറയുന്നത് കേൾക്കാം, എൻ്റെ പ്രിയ സഹോദരൻ, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞാൻ മടുത്തു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ദൈവമക്കൾ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദുഃഖവെള്ളി ആഴ്ചയിലെ കുരിശിലേക്കൊന്ന് നോക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കുക. എന്താണ് ദുഃഖവെള്ളി ആഴ്ച സംഭവിച്ചത്? തങ്ങളുടെ എല്ലാമായിരുന്ന ശിഷ്യന്മാരുടെ എല്ലാമായിരുന്ന തങ്ങളുടെ യേശുവ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഏറ്റവും മോശമായ കുരിശു മരണം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ സ്വയം മരിക്കുവാൻ ഇടയായ നമ്മുടെ യേശുക്രിസ്തു
ആ ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? തങ്ങളുടെ എല്ലാമായിരുന്ന യേശുവിനെയാണ് അവർക്ക് നഷ്ടമായത്. സകല പ്രതീക്ഷകളും സകല ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട ശിഷ്യന്മാരുടെ പ്രാർത്ഥന, ശിഷ്യന്മാരുടെ അവസ്ഥ. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് ഉയർപ്പ് ഞായറാഴ്ച യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ വലിയ കല്ലുകൾക്കോ റോമൻ പടയാളികൾക്കോ നിത്യപ്രകാശമായ യേശുവിനെ തടഞ്ഞു നിർത്തുവാൻ അവർക്ക് സാധിച്ചില്ല. യേശു ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നാം കരുതുന്ന അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ നാം സ്വയം ക്രൂശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ക്രൂശുമരണമില്ലാതെ ഒരു ഉയർപ്പില്ല. എത്രമാത്രം വേദനകളിൽ കൂടി നാം കടന്നു പോകുമ്പോഴും നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മളെപ്പറ്റി ഒരു പ്ലാനുണ്ട്. യേശു അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കുന്ന, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. പ്രാർത്ഥിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ഏതെങ്കിലും ഒരു കുരിശ് രൂപത്തിൻ്റെ മുമ്പിൽ അല്പനേരം കുരിശിലേക്ക് നോക്കി മൗനമായിരിക്കുക. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാധ്യസ്ഥം വഹിക്കുന്നു. നാം എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് വിധത്തിൽ പ്രാർത്ഥിക്കണം, ഏത് പ്രാർത്ഥനയാണ് നാം ചെല്ലേണ്ടത് എന്നൊന്നും ഓർത്ത് നാം വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ അല്പം ശാന്തതയോടുകൂടി ഇരിക്കുക. നമ്മുടെ നിശ്വാസങ്ങളെ പോലും ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എത്രയോ നല്ലൊരു വചനമാണത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. ഈ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ ശാന്തതയോടുകൂടി ഇരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് വീണ്ടും വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ നാം ശക്തി പ്രാപിക്കുകയും നമുക്ക് വേണ്ടുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ദൈവസമക്ഷത്തിൽ നമുക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നോമ്പ് കാലത്ത് കരിന്തിരി കത്തുന്ന ഒരു വിളക്കിനെ പ്രകാശപൂർണ്ണമുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നത്. എണ്ണയില്ലെങ്കിൽ സ്വാഭാവികമായും വിളക്ക് കരിന്തിരി കത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ഈ എണ്ണ നമ്മുടെ വിളക്കുകളിൽ വന്നേ പറ്റൂ, ഒഴിച്ചേ പറ്റൂ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഇങ്ങനെ യഥാർത്ഥ ആരാധനയിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധി കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയുന്ന, ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ഒരു ഒരുക്കമാണ് ഈ നോമ്പുകാലം എന്ന് ഞാൻ പറയും. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആകെത്തുക സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനും അതിനുവേണ്ടി ഒരുക്കുവാനുമുള്ള ഒരു അവസരമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു അവസരമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആവശ്യകത ഇതിനോടകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയോ ഒരു സജീവ ബലിയായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ചുരുക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നാം കണ്ടുമുട്ടുന്നത് വരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.